ഓണം ബമ്പർ ഭാഗ്യക്കുറി ഇനി നറുക്കെടുക്കാൻ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 9-ാം തീയതിയാണ് നറുക്കെടുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കച്ചവടം പൊടി പൊടിക്കുകയാണ്. ഇത്തവണയും നിരവധി ആളുകൾ ഇത്തരത്തിൽ ലോട്ടറി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്ക് ലോട്ടറി കച്ചവടക്കാരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് ഓണം ബമ്പർ? ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ബുധനാഴ്ച 9-ാം തീയതി, ഒക്ടോബർ 9-ാം തീയതിയാണ് ഇതിന്റെ ഭാഗ്യശാലിയെ കണ്ടെത്താനുള്ള നറുക്കെടുപ്പ് നടക്കുന്നത്. ഇപ്രാവശ്യം 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത് ഭാഗ്യശാലിക്ക്. അപ്പോൾ ആൾക്കാരെ എല്ലാവരും അതിന്റെ ഒരു പ്രൈസ് മണി സ്വന്തമാക്കാനുള്ള ആവേശത്തോടെ ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടം? പൊതുവെ ആളുകൾ കച്ചവടം വളരെ നന്നായിട്ട് പോകുന്നു. ലാസ്റ്റ് മൊമെന്റിലേക്ക് വരുമ്പോൾ ആളുകൾ എടുക്കുന്നത് കൂടും. അവസാന സമയത്തോടെ അടുക്കുമ്പോഴേക്കാണ് ആൾക്കാർ ഇതിലേക്ക് കൂടുതലായിട്ട് അടുത്തു വരുന്നത്. പ്രൈസ് മണി സ്വന്തമാക്കാനുള്ള ആവേശത്തോടെ അവർ കടന്നു വരും. ഇപ്പൊ KSRTC ബസ് സ്റ്റാൻഡ് അല്ലേ, സ്വാഭാവികമായിട്ടും നമ്മുടെ ജില്ലയിൽ അല്ലാത്ത ആളുകളൊക്കെ വന്ന് പുറത്തുനിന്ന് എടുക്കുന്നു. അതെ, വരും. എല്ലാ ജില്ലയിലും ഭാഗ്യം തേടി വരുന്നവരുണ്ട്. ഉണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ വരും. പ്രത്യേകിച്ച് ആലപ്പുഴയുടെ ടിക്കറ്റുകൾ കരസ്ഥമാക്കാനായിട്ട് അവർക്കൊരു ആവേശവും ഒരു ആഗ്രഹവും ഉണ്ട്. അങ്ങനെ തമിഴായ സഹോദരങ്ങളും എല്ലാവരും വരും ടിക്കറ്റ്. ഇതിപ്പോ ടൂറിസ്റ്റ് സീസൺ കൂടിയാണ് ആലപ്പുഴയിൽ, അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. വള്ളംകളി കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായി നിരവധി ആൾക്കാർ വരുമായിരുന്നു. അത് ടിക്കറ്റ് എടുക്കുമായിരുന്നു. എടുത്ത ടിക്കറ്റുകൾ മുഴുവൻ എങ്ങനെയുണ്ട്? വിറ്റ് പോകുന്നുണ്ട്. ഇനിയിപ്പോ അവസാന സമയത്തോടെ അടുക്കുമ്പോഴത്തേക്ക് കൂടുതൽ ആവശ്യക്കാർ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 56,74,000 പരം ടിക്കറ്റുകൾ ഇതുവരെ വിറ്റ് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വേറൊരു ചേട്ടൻ ഇരിപ്പുണ്ട്. ചേട്ടൻ തൊട്ടടുത്ത് ലോട്ടറി കട ഓണം ബമ്പർ എടുത്തോ? ഇല്ല. ഭാഗ്യപരീക്ഷത്തിലില്ല. എടുക്കുന്ന ആളായിരുന്നോ? ബമ്പർ എടുക്കില്ല. എന്നാ ലോട്ടറി എടുക്കുകയും ബമ്പർ എടുക്കുകയും ചെയ്യുന്ന ലോട്ടറിയിലെ രാജാവല്ലേ ബമ്പർ? സാമ്പത്തിക പ്രശ്നം കൊണ്ടാണല്ലേ? അങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ഇട്ടൊക്കെ എടുക്കുന്നുണ്ടോ? ബമ്പർ എടുക്കില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. ലോട്ടറി എടുക്കും, പക്ഷെ ബമ്പർ എടുക്കില്ല. ബമ്പറിന്റെ തുക, ടിക്കറ്റിന്റെ ചാർജ് വർധനവും ആണ് എടുക്കാത്തതിന് കാരണം എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് തവണത്തെ ലോട്ടറി കച്ചവടമൊക്കെ? ബമ്പർ നല്ല കച്ചവടം നടക്കുന്നുണ്ട്, നല്ല സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ബുധനാഴ്ചയല്ലേ, ഇനിയിപ്പം തുടക്കത്തിൽ എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം? ഇപ്പോഴത്തെ തുടക്കത്തിൽ ഇത്തിരി മൗനമായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരുമാതിരി കച്ചവടം നടക്കുന്നുണ്ടല്ലേ? ആളുകള് ഇപ്പൊ നമ്മുടെ ബസ് സ്റ്റാൻഡ് ആവുന്ന കുറവേ പുറത്തുനിന്നൊക്കെ ഒത്തിരി പേര് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്. നമ്മുടെ ടിക്കറ്റുകൾ 10, 12, 15 ടിക്കറ്റ് ഒക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും പുറത്തുള്ള ആളുകൾക്ക് പിന്നെ അത്തരത്തില് ഈ ബമ്പർ എന്നല്ല ഏതെങ്കിലും ടിക്കറ്റുകൾ നമ്മൾ ഇവിടുന്ന് പോയതൊക്കെ അടിച്ചിട്ടുണ്ടോ? ടിക്കറ്റ് അടിച്ചിട്ടുണ്ട്. അവർക്ക് 5000-ന്റെ ഒക്കെ പ്രൈസ് ഒക്കെ വീണിട്ടുണ്ട്. സർക്കാർ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു കേരളത്തിൽ മാത്രമാണ് ഓണം ബമ്പറിന്റെ വിൽപ്പനയുള്ളത്. മറ്റു സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ അന്യഭാഷകളുടേതായി ഇറങ്ങുന്ന ടിക്കറ്റുകൾ അത് വ്യാജമാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഇത്തവണ ഓണം ബമ്പറിന്റെ ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങുന്നുണ്ട് എല്ലാവരും. പക്ഷേ ബമ്പർ ആർക്കാണ് കിട്ടുന്ന ആർക്കും പറയാൻ ഒക്കത്തില്ല. എടുത്തോ? ടിക്കറ്റ് എടുത്തില്ല, എടുക്കണം. ലാസ്റ്റ് മൊമെന്റിലേക്ക് വെച്ചിരിക്കുവാണ്. അപ്പൊ അവസാനം എവിടെ ടിക്കറ്റ് കിടക്കുന്നത് പറഞ്ഞു എടുക്കണം എന്നുള്ള ആഗ്രഹം. ഭാഗ്യം ആലപ്പുഴ ചുറ്റിപ്പറ്റി നിൽക്കുമോ? ആലപ്പുഴ ഉണ്ടെന്നാണ് ഈ പ്രാവശ്യം ആലപ്പുഴയ്ക്ക് അവസ്ഥ അടിക്കുന്നതാണ് എന്റെ അഭിപ്രായം. എങ്ങനെയുണ്ട് പൊതുവെ? ഇപ്പൊ 500 രൂപ എന്ന് പറയുമ്പോൾ ഒരു വലിയ തുക തന്നെയാണല്ലോ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. 25 കോടിയല്ലേ? 25 കോടി ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? എല്ലാവരും കാലമായിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. എപ്പോഴും എടുക്കുന്നു. ഞാനിപ്പോ ഒരു 10-25 വർഷമായിട്ടും ടിക്കറ്റ് എടുക്കുന്നുണ്ടല്ലേ? അതാണ് അവർ പറയുന്നത്. അതായത് ഭാഗ്യം എല്ലാ തവണയും പരീക്ഷിക്കാൻ തയ്യാറായി തന്നെ പോകുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. 25 കോടി എന്നുള്ളത് ഒരു മോഹന വാഗ്ദാനമായി തന്നെ ആളുകളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തവണ പാലക്കാട് ജില്ലയാണ് ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റിട്ടുള്ളത്. 1,55,980 ക്ഷമിക്കണം 10,55,980 ടിക്കറ്റുകൾ അവർ വിറ്റിട്ടുണ്ട്. രണ്ടാമത് വന്നിരിക്കുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. 7 ലക്ഷത്തിൽ പരം ടിക്കറ്റുകളാണ് രണ്ടിടത്തും വിറ്റിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 7,310 ടിക്കറ്റുകൾ തിരുവനന്തപുരത്തും വിറ്റിട്ടുണ്ട്. അത്തരത്തിൽ തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് രണ്ടാമതായി നിൽക്കുന്നത്. എല്ലാവരും പരീക്ഷണത്തിന് തയ്യാറാകുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ പുറത്തു നിന്ന് വരുന്ന ആളുകൾ. ഇപ്പോൾ നമ്മളുള്ളത് KSRTC ബസ് സ്റ്റാൻഡാണ്. ഈ KSRTC ബസ് സ്റ്റാൻഡിലും ധാരാളം ആളുകൾ കേരളത്തിന് പുറത്തുള്ളവർ വരുന്നുണ്ട് എന്നുള്ളതാണ്. 10 ടിക്കറ്റുകളൊക്കെ ഒരുമിച്ച് എടുത്തുകൊണ്ട് പോകുന്ന നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി 10 ടിക്കറ്റുകൾ അടക്കം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. കുറെ ആളുകളൊക്കെ കൂട്ടമായി ചേർന്ന്, അതായത് 1ഉം 2ഉം ആളുകളൊക്കെ ചേർന്ന് നിരവധി ടിക്കറ്റുകൾ എടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. എന്തായാലും
ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അതേസമയം തന്നെ നമുക്ക് ഇനി ഒക്ടോബർ 9 വരെ കാത്തിരിക്കാം ആ ഭാഗ്യശാലി എവിടെയാണ് എന്നുള്ളത്. എന്തായാലും പ്രതീക്ഷയാണല്ലോ എല്ലാത്തിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ ആലപ്പുഴയിലുള്ളവിടങ്ങളും ഒപ്പം തന്നെ പാലക്കാടും തൃശ്ശൂരും അടക്കമുള്ള എല്ലാ ജില്ലകളിലും പ്രതീക്ഷയോടെ നിരവധി പേർ ഓണം ബമ്പറുമായി ഇത്തവണയും കാത്തിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.